Welcome to Gradient. Nomenclature of Organic Compound and Isomers എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ആരെ പറ്റിയിട്ടായിരുന്നു? ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റി ആയിരുന്നു അല്ലേ. നമ്മുടെ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അവർ വരുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഇവരുടെ പ്രോപ്പർട്ടീസ് എൻ്റെയറായിട്ട് ചേഞ്ച് ആകുമ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത് അല്ലേ. എന്തായിരുന്നു ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ നമ്മൾ കൊടുത്ത ഡെഫിനേഷൻ? ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ബോണ്ടഡ് ടു എ കാർബൺ ഇൻ എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമൈൻസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട് ആർ കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ നമ്മൾ 2 അതോ 3 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചു അല്ലേ. ഫസ്റ്റ് എന്താ പഠിച്ചത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചു. ഒരു ചെയിനിലേക്ക് OH എന്ന ഗ്രൂപ്പ് വന്ന് ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു ചേരുന്നതോടുകൂടി അതിൽ എന്തായിട്ട് മാറും? അതൊരു ആൽക്കഹോളായിട്ട് മാറും. അതിൽ മെത്തനോള്, എത്തനോള്, പ്രൊപ്പനോൾ എന്നൊക്കെ പല രീതിയിലുണ്ട്. നെയിമിങ്ങിലോട്ട് വരുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഏത് ആൽക്കെയിനാണോ അതിൻ്റെ അവസാനത്തെ ഈ റീപ്ലേസ് ചെയ്യുക, ഓള് കൊണ്ടുവരിക അല്ലെ. ഈ റീപ്ലേസ് ചെയ്യുക, ഓള് കൊണ്ടുവരിക അല്ലെ. OL കൊണ്ടുവരിക. അപ്പോൾ എന്ത് പറ്റും? ആൽക്കഹോളിൻ്റെ പേര് കിട്ടും. എന്നാൽ 3ൽ കൂടുതൽ അല്ലെ 2ൽ കൂടുതലുള്ള 3 തൊട്ടുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആൽക്കിൻ്റെ പേര് എഴുതും, എന്നിട്ട് പൊസിഷൻ എഴുതിയതിന് ശേഷം ഓള് കൊടുത്താൽ ആൽക്കഹോളിൻ്റെ കാര്യം സെറ്റാണ്. എന്നാൽ അടുത്ത് വരുന്നത് ഏതായിരുന്നു? കാർബോക്സിൽ ഗ്രൂപ്പായിരുന്നു അല്ലെ. COOH എന്നാണ് നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പിനെ വിളിച്ചത്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? കാർബൺ, ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് OH എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വന്ന് ചേരുമ്പോൾ ഒരു ആൽക്കീൻ ചെയിൻ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട വ്യത്യാസം എന്തായിരുന്നു? ഓയിക് ആസിഡ് എന്നതാണ് നമ്മൾ എന്താണ് ഈ മാറ്റിയിട്ട് കൊടുക്കേണ്ടത് അല്ലെ. അവസാനത്തെ ആൽക്കൈനിൻ്റെ ഈ മാറ്റിയിട്ട് കൊടുക്കേണ്ടത് എന്താണ്? ഓയിക് ആസിഡ് എന്ന പേരാണ്. ഇവിടുത്തെ ഗുണം എന്തായിരുന്നു? നമ്മൾ ഈ പറയുന്ന പേര് കൊടുക്കുമ്പോഴത്തേക്കും ഈ കാർബൺ ചെയിൻ ആൽക്കഹോൾ പോലെ ഇടയ്ക്ക് കയറി വരുന്ന പ്രശ്നം വരത്തില്ല. കാർബോക്സിൽ ഗ്രൂപ്പ് ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം എന്ന രീതി മാത്രമേ വരുമായിരുന്നുള്ളൂ. സോ നെയിമിങ് വളരെ വളരെ ഈസി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ആരെ പറ്റിയിട്ടാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കാർബോക്സിൽ ഗ്രൂപ്പിൽ എന്തായിരുന്നു നടന്നത്? കാർബൺ, ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് OH ആയിരുന്നു കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതിൽ ആ OA അങ്ങ് കളഞ്ഞാൽ നമുക്ക് എന്ത് മാത്രമാവും? H മാത്രമാവും. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടുന്നത്. എന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടുന്നത്. അപ്പോൾ സംഭവം സെയിം അല്ല, ഏതാണ്ട് ഒരു O മാറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് ഫോമായിട്ട് എഴുതുമ്പോൾ നമുക്കതിന് എന്ത് കിട്ടും? CHO എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഒരു ആൽഡിഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ആൽക്കീനിൽ ഒരു കോമ്പൗണ്ട് വന്ന് ചേരുമ്പോൾ ആ കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഫോർമാലിൻ എന്നൊരു കാര്യത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഈ ഫോർമാലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽഡിഹൈഡാണ്. സാധാരണഗതിയിൽ പ്രിസർവേറ്റീവായിട്ടും അതുപോലെ തന്നെ മറ്റ് പല യൂസസ്, അതായത് ഈ പറയുന്ന എന്താണ് മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആൽഡിഹൈഡ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. IUPAC നെയിമിംഗ് വരുമ്പോൾ വളരെ സിമ്പിളാണ്. ആൽഡിഹൈഡിൻ്റെ പേരിൽ നമുക്ക് എന്തെടുത്താൽ മതി? ആ ALനെ അങ്ങ് എടുക്കാം. എന്തിനെടുക്കാം? ALനെ എടുക്കാം. സോ ആൽക്കേനിൻ്റെ മാറ്റിയിട്ട് എന്ത് വരും? AL വരും. അപ്പോൾ വരുന്ന പേരാണെന്ത്? ആൽക്കനാൽ. കനാലല്ല, ആൽക്കനാൽ എന്ന് വരും. മെത്താണെങ്കിൽ എന്താണ്? മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ എന്നിങ്ങനെ പേരിലായിരിക്കും ഇവർ പോകുന്നത്. അപ്പോൾ IUPAC നെയിമിംഗ് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? ശ്രദ്ധിക്കണം. കാർബൺ ചെയിൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആരെ കൂടി എടുക്കണം? ഈ കാർബണേയും കൂടി എടുക്കണം. മറക്കരുത്, തൊട്ട് മുമ്പ് പഠിച്ച സെയിം കേസ് തന്നെ. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ദ കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇൻ ദ ആൽഡിഹൈഡ് മസ്റ്റ് ബി കൺസിഡേർഡ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ചെയിൻ എണ്ണുമ്പോഴത്തേക്കും ഇവിടെ 1 എടുക്കരുത്, 2 ഉള്ള കാര്യം മറന്നു പോകരുത്. കാർബണിൻ്റെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണേയും കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസിഡർ ചെയ്യണം? ലാസ്റ്റത്തെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? ആൾ കൊടുത്താൽ നമുക്ക് സാധനം കിട്ടി. മെത്തൻ്റെ മാറ്റിയിട്ട് ആൾ വരുമ്പോൾ മെത്തനാൾ കിട്ടും. എന്ത് കിട്ടും? മെത്തനാൾ കിട്ടും. നെക്സ്റ്റ് വരുന്നു, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ആൽഡിഹൈഡ്. ഇവിടെ ഉള്ള ആൽഡിഹൈഡിന് പേര് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കാർബൺ എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എന്താണ്? എത്താണ് വരുന്നത് അല്ലേ. ഈഥെയിൻ വരും. അതിൽ മാറ്റിയിട്ട് എന്ത് വരും? എത്തൻ ആൾ. പേരപ്പോൾ എന്താണ്? എത്തനാളെന്ന് കിട്ടും. എന്ത് കിട്ടും? എത്തനാളെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് മറ്റു കുറച്ച് ആൾക്കാരുടെ പേര്. അപ്പോൾ ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താണ്? CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ കോമ്പൗണ്ടുകൾ നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നു.
ആൽഡിഹൈഡിൻ്റെ നെയിമിംഗ് എടുക്കുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എടുക്കുക, അതിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്, ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള കാർബണെ കൂടി നമ്മൾ എടുക്കാൻ മറന്നു പോകരുത്. എടുത്തതിന് ശേഷം എഴുതുക, എണ്ണം എടുത്തിട്ട് ആൽക്കീൻ്റെ പേര് എഴുതിയിട്ട് അതിൽ റീപ്ലേസ് ചെയ്ത് ആൾ കൊടുത്താൽ നമുക്ക് സാധനം കിട്ടി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്തനാൾ കണ്ടു. അടുത്ത് ബ്യൂട്ടനാളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്താ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലെ, മെത്ത് എത്ത് പ്രൊപ്പ് മതി. ബ്യൂട്ടിന് വരെ ആരിട്ട് കൊടുക്കാം നമുക്ക്, നമുക്ക് ഈ പറയുന്ന സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് എച്ചിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്താ കണ്ടോ, CH3 CH2 CH2 CHO CH3 CH3 CH2 CHO ഇതാണ് എന്താ ബ്യൂട്ടനാൾ. തൊട്ട് മുമ്പ് പഠിച്ച പോലെ അല്ലേ, എണ്ണം എടുക്കുമ്പോൾ ഇവനെയും കൂടി കൂട്ടണം. അപ്പോൾ തൊട്ട് മുമ്പുള്ള ചെയിൻ എഴുതിയിട്ട് ആരെ കൂടി ഇട്ട് കൊടുത്താൽ മതി, CHOനെയും കൂടെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് സ്ട്രക്ചർ കിട്ടും. എന്നാൽ ഇവൻ്റെ പേര് നോക്കിയേ, മെത്ത് എത്ത് പ്രൊപ്പ്. മാറ്റിയ ആൾ കൊടുക്കുമ്പോൾ പേരെന്ത് കിട്ടും, പ്രൊപ്പനാൾ എന്ന് കിട്ടും. പെൻറ്റനാൾ വരയ്ക്കാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് വരച്ചാൽ, ബ്യൂട്ടനാൾ വരച്ചാൽ മതി അല്ലേ, സി 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 ബ്യൂട്ടൈനായി. പിന്നെ എന്തായി, സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് എച്ച്. ഇതിനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് CHO എന്നെടുക്കാം. പിന്നെ 1 2 3 4 വരയ്ക്കുമ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. CHO ഉള്ളത് കൊണ്ട് ആൾ, പെൻറ്റനാൾ എന്ന് കിട്ടും. കണ്ടോ, CH3. ഞാൻ ഹൈഡ്രജൻ കൂടെ എഴുതി പോകാത്തത് നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാർബണിൻ്റെ എണ്ണത്തിലാണല്ലോ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്, ബാക്കി CH3 CH2 നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ. CH3 CH2 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 മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, അവസാനം CHO. എന്ത് കിട്ടി, പെൻറ്റനാൾ കിട്ടി. ഇത്രയേ ഉള്ളൂ ആൽഡിഹൈഡിൻ്റെ കേസ്. ഇത്രയേ ഉള്ളൂ ആൽഡിഹൈഡിൻ്റെ കേസ്. അപ്പോൾ നോക്കിക്കോ, സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് OH കാർബോക്സിൽ ഗ്രൂപ്പ്, സി ഡബിൾ ബോണ്ട് ഒ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് എഴുതാം അല്ലേ, സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് H ആൽഡിഹൈഡ്. അങ്ങനെയാണെങ്കിൽ സി ഡബിൾ ബോണ്ട് ഒ മാത്രം വരുമ്പോൾ അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കീറ്റോയുടെ O ആലോചിച്ച് നോക്കിയ, O ഒറ്റയ്ക്ക് വന്നവനാണ്. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1 എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീറ്റോ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കേണ്ട പേരെന്താണ്, 1 എന്നാണ്. കീറ്റോ ഗ്രൂപ്പിന് പേര് കൊടുക്കേണ്ട എന്താണ്, 1. അപ്പോൾ കീറ്റോ എന്ന് പറയുമ്പോൾ O എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ 1. അപ്പോൾ കീറ്റോൺ വരുമ്പോൾ 1 അല്ലേ. അപ്പോൾ കാർബോക്സിലാണെങ്കിൽ നമ്മൾ ഓയിക് ആസിഡ് എന്ന് കൊടുക്കും, ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ആൽഡിഹൈഡിൻ്റെ AL കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കീറ്റോണിന് നമ്മൾ എന്ത് കൊടുക്കും, O4 ഒറ്റയ്ക്ക് 1 എന്ന് കൊടുക്കും. എന്ത് കൊടുക്കും, 1. അപ്പോൾ സംഭവം സിമ്പിളാണ്. എന്താണ് കീറ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഡബിൾ ബോണ്ട് ഒ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കീറ്റോണുകൾ എന്ന് വിളിക്കുന്നത്. സി ഡബിൾ ബോണ്ട് ഒ എന്ന ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്, കീറ്റോണുകൾ എന്ന് വിളിക്കുന്നത്. കീറ്റോൺ വരുമ്പോൾ നെയിമിങ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ദ കാർബൺ ആറ്റം എടുക്കുമ്പോൾ ആരെ എടുക്കണം, ഈ കാർബൺ എടുക്കാൻ മറക്കരുത്. സോ ഇൻക്ലൂഡിങ് ദ കീറ്റോ ഗ്രൂപ്പ് കാർബണിൻ്റെ എണ്ണം എടുക്കുക, അവസാനത്തെ മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കണം. ഈ 1 ഓർക്കാനാണ് ഞാൻ കീറ്റോൺ 1 ഒറ്റയ്ക്ക് വന്നവൻ 1 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1 ഓർക്കുകയാണല്ലോ. അപ്പോൾ ആൽക്കൈനിൻ്റെ മാറ്റിയിട്ട് 1 കൊടുത്താൽ നമുക്ക് ആരെ പേര് കിട്ടും, കീറ്റോണിൻ്റെ പേര് കിട്ടും. പക്ഷേ നോക്കടാ, സി ഡബിൾ ബോണ്ട് OA ഉള്ളൂ, സി ഡബിൾ ബോണ്ട് OA ഉള്ളൂ, 2 എണ്ണം ഇവിടെ ബാക്കിയുണ്ട്. സോ ഇവൻ എന്ത് ചെയ്യാം, നമ്മളെ OH പഠിച്ചതുപോലെ ഇവൻ ഇടയ്ക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതായത് 2 എണ്ണം അല്ലേ, മെത്തൻ 1ഉം എത്തൻ 1ഉം കുഴപ്പമില്ല. എന്നാൽ അത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവും. ഇവൻ എന്ത് ചെയ്യും, ഇതുപോലെ ഇടയ്ക്ക് കയറി വരാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. മറ്റൊരിടത്തും ഈ ഇടയ്ക്ക് കയറി വരാത്തത്, ആൽഡിഹൈഡിനകത്തും മറ്റൊരിടത്തും ഇടയ്ക്ക് കയറി വരാത്തത് എന്തുകൊണ്ടാണ്, ഉള്ള 3 ബോണ്ട് അവിടെ പോയി. അപ്പോൾ ഇടയ്ക്ക് കയറി വന്നാൽ പറ്റത്തില്ല, അപ്പുറത്ത് ഇപ്പുറത്ത് കണക്ഷൻ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ആദ്യം അവസാനവും മാത്രം വന്നത്. പക്ഷേ കീറ്റോൺ വരുമ്പോൾ OHൻ്റെ നിയമം കൂടെ നമുക്കിവിടെ വരും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യം കേൾക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. നമുക്ക് എഴുതി പഠിച്ചു പോകുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ കീറ്റോണിൻ്റെ ബേസിക് റൂൾ എന്താണ്, ഓളാക്കുക. ഇവിടെ നോക്കിയേ, CH3 സി മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ പേരെന്തായിരിക്കും, പ്രൊപ്പെയിൻ എന്നെഴുതും. അതിൽ മാറ്റിയിട്ട് നമ്മൾ എന്തെഴുതും, PROPANONE പ്രൊപ്പൻ 1 എന്ന് പേരെടുക്കും. ഓക്കെ ആണല്ലോ. പക്ഷേ വരുന്നത് എപ്പോഴാണ്, the position of the functional group must be considered while naming ketones with more than 3 carbon atom. മെത്ത് എത്ത് പ്രൊപ്പ് വരെ കുഴപ്പമില്ല അല്ലേ, പക്ഷേ പ്രൊപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ കൺസിഡർ ചെയ്യണം.
ഒന്നുമില്ല. പൊസിഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. OH നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ഇടാം, ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ഇടാം. നമ്മളതിലേത് ചൂസ് ചെയ്യും? വന്നു കയറിയവൻ എപ്പോഴും അതിഥി ദേവോ ഭവയാണ് അല്ലേ. അപ്പോൾ അതിഥിക്ക് എപ്പോഴും കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പേര് കൊടുക്കേണ്ടത്? ഇവിടെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 എണ്ണം പേര് കൊടുക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? പെൻറ്റെയിൻ എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം? പെൻറ്റെയിൻ എന്ന് കൊടുക്കണം. സോ പെൻറ്റെയിൻ്റെ ഈ മാറ്റിയിട്ട് PENT പെൻറ്റ് 1 എന്ന് കൊടുക്കേണ്ടതിന് പകരം പെൻറ്റ് രണ്ടാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, പെൻറ്റൻ രണ്ടാമത്തെ പൊസിഷനിലാണ് 1 ഇരിക്കുന്നതെന്ന് കാണിക്കണം. അപ്പോൾ പെൻറ്റൻ 2-1 ഇതാണ് പേര്. പെൻറ്റൻ 2-1 എന്നാണ് പേര് വരുന്നത്. എന്താ വരുന്നത്? പെൻറ്റൻ 2-1. ഇനി ഇവൻ്റെ പേര് നോക്കാം. 1 2 3 4 5. ഇവനും 5 ഉണ്ട് അല്ലേ. അപ്പോൾ പേര് വരുന്നത് എന്താണ്? പെൻറ്റെയിൻ എന്ന് വരണം. ഈ നമ്മൾ മാറ്റും. എന്തെടുക്കും? പെൻറ്റൻ എടുക്കും. പെൻറ്റൻ്റെ നോക്കിയേ. 1 2 3 4 5. 1 2 3 4 5. വലത്ത് നിന്ന് എണ്ണിയാലും 3, ഇടത്ത് നിന്ന് എണ്ണിയാലും മൂന്നാമതാണ് CO വരുന്നത്. അപ്പോൾ പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. നമുക്ക് എന്ത് കൊടുക്കാം? മൂന്നാമത്തെ പൊസിഷനിലാണ് 1 ഇരിക്കുന്നത്. അപ്പോൾ പെൻറ്റൻ 3-1 എന്ന പേര് വരും. അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? പെൻറ്റൻ 3-1 എന്ന പേര് വരും. ഓക്കെ ആണോ? ഇതിൻ്റെ ആ ഒരു രീതി കിട്ടിയാൽ പിന്നെ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ല. അപ്പോൾ കീറ്റോണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കീറ്റോൺ എന്ന് വെച്ചാൽ എന്താണ്? C ഡബിൾ ബോണ്ട് O വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കീറ്റോൺ എന്ന് വിളിക്കുന്നത്. കീറ്റോണിൻ്റെ നെയിമിങ്ങിന് 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് സാധാരണ നിയമം, കാർബണിൻ്റെ എണ്ണം എടുക്കുക, ഈ മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കുക, പരിപാടി തീർന്നു. ഇനി 3ൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നമ്മൾ ഈ പേരെഴുതിയിട്ട് ഈ പറയുന്ന ഹൈഫൺ അല്ലെ ഈ പറയുന്ന ഈ മാറ്റിയിട്ട് 1 കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തുകൂടെ കൊടുക്കണം? പൊസിഷൻ കൂടെ കൊടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് പേര് കിട്ടുകയുള്ളൂ. അതിന് 2 ഉദാഹരണങ്ങൾ നമ്മളിവിടെ ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ എന്താ എടുത്തത്? ഇവിടെ നമ്മൾ ഈ രീതിയിൽ നമ്പർ എടുക്കുമ്പോൾ 4 വരും, ഈ രീതിയിൽ നമ്പർ എടുക്കുമ്പോൾ 2 വരും. സോ 2 എന്ന പൊസിഷൻ എടുക്കുന്നു, പേരെഴുതുന്നു പെൻറ്റെയിൻ, അതിൽ ഈ മാറ്റുന്നു, പൊസിഷൻ നമ്പർ 2ഉം 1 എന്നും കൊടുക്കുന്നു, പെൻറ്റൻ 2-1. ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ അവിടെ നിന്ന് എണ്ണിയാലും ഇവിടെ നിന്ന് എണ്ണിയാലും 3 തന്നെ. സോ വ്യത്യാസമില്ല, പെൻറ്റൻ 3-1 എന്ന് നമ്മൾ പേര് കൊടുത്തു. വിഷയം തീർന്നു. ഓക്കെ അല്ലേ? 2 സെറ്റ് അല്ലേ? നമുക്കിനി 2 എണ്ണം കൂടെ ഉള്ളൂ അങ്ങ് പറഞ്ഞു പോയാലോ. ഹാലോ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള കേസ്. ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവർ ഹാലോജനായിട്ട് വരുന്ന ആൾക്കാരാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഹാലോജനാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ആറ്റത്തെയോ ഒന്നിലധികം ഹൈഡ്രജൻ ആറ്റത്തെയോ മാറ്റിയിട്ട് ഹാലോജൻ ഗ്രൂപ്പുകാരൻ കയറി വന്നാൽ അവിടെ നമ്മൾ അതിനെ ഹാലോ കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഒന്നും പറയാനില്ല, സിമ്പിൾ. ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ എന്നും, ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്നും, ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്നും, അയഡിൻ വന്നാൽ അയഡോ എന്ന പേരും കൊടുക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 ഫങ്ഷണൽ ഗ്രൂപ്പിനകത്തും കാർബണും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെയാണ് വന്നത്. ഇവരെല്ലാം നോർമലി നമ്മുടെ ആരുമായിട്ട് ചേരുന്നവരാണ്? ഇവരുമായിട്ട് ചേരുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഹാലോ ഗ്രൂപ്പിൽ ഇത്ര മാത്രം ആലോചിക്കുക. ഹാലോ ഗ്രൂപ്പിൽ വന്നു ചേരുന്നവനെ നമ്മൾ ആദ്യം പഠിച്ച ബ്രാഞ്ചഡ് ഫോർമുല എഴുതുന്ന നിയമമാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്താ പറഞ്ഞിടുക? നമ്മളൊരു ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കെയിനിൽ ബ്രാഞ്ച് വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ബ്രാഞ്ച് വന്ന നമ്പർ എഴുതും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ആദ്യം പഠിച്ച? ബ്രാഞ്ച് വന്ന നമ്പർ എഴുതും. ഏത് നമ്മൾ മറന്നുപോയി, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സാധനം അല്ലേ? മെത്തനാൾ, അല്ല നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ പഠിച്ചില്ലേ? 2,2 ഡൈമീതെയിൻ, ട്രൈമീതെയിൻ അല്ലേ? നമ്മൾ ഡൈ ട്രൈ ടെട്ര എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതേ നിയമമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അതായത് ഹാലോ ഗ്രൂപ്പ് വരുമ്പോൾ പേര് കൊടുക്കാനായിട്ട് ആദ്യം ഫസ്റ്റ് പറഞ്ഞ പോലെ പൊസിഷൻ നമ്പർ കൊടുക്കണം, ഹൈഫൺ കൊടുക്കണം, നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് കൊടുക്കണം, നെയിം ഓഫ് ദ ആൽക്കെയിൻ കൊടുക്കണം. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്ക്, അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടു, ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടു. ക്ലോറിനാണ് വന്നേക്കുന്ന ആൾ. അപ്പം കൊടുക്കേണ്ട പേരെന്താണ്? ക്ലോറോ എന്നാണ്. ഇതാരാണ്? മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ എന്താണ്? പ്രൊപ്പ്. അപ്പോൾ പ്രൊപ്പ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുമ്പോൾ ഇത് അവസാനമാണ് പ്രൊപ്പെയിൻ എന്ന് നമ്മൾ കൊടുത്തു. ക്ലോറോ ഗ്രൂപ്പ് എവിടെയാണ് വന്നിരിക്കുന്നത്? 1ാമത്തെ പൊസിഷനിലല്ലേ. അപ്പോൾ 1 കൊടുക്കും. 1 ക്ലോറോ പ്രൊപ്പെയിൻ. എടാ ഇതല്ലേ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചോ? മറന്നുപോയി, ഞാൻ ഒന്ന് മറന്നു നോക്കി പറഞ്ഞത് നോക്കിയോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് മോർ ദാൻ 1 വരുന്ന കേസ് വേണമെങ്കിൽ എടുക്കാം. മോർ ദാൻ 1 വന്നാലോ, അതിന് മോർ ദാൻ 1 വന്നില്ലേലും വേണ്ടതാ. കണ്ട പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്, ഹൈഫൺ,
നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്, വേർഡ് റൂട്ട് സഫിക്സ്. ഇവിടെ അതല്ലേ പൊസിഷൻ നമ്പർ ഓഫ് ദ ഹാലോജൻ ഹൈഫൺ നെയിം ഓഫ് ദ ഹാലോജൻ, അതിനുശേഷം ആൽക്കൈൻ്റെ പേര്. കണ്ടോ, ഇതാണ് വ്യത്യാസം. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഹാലോജൻ ഗ്രൂപ്പ് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? 1-chloro-propane. എന്നാൽ ഇവൻ്റെ കാര്യം ഒന്ന് നോക്കി, ഇവൻ്റെ രണ്ടാമത്തവൻ്റെ കാര്യം നോക്കി. ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ ഏത് നമ്പറിലാണ് വന്നിരിക്കുന്നത്? വലത്ത് നിന്നിട്ടാൽ 1 2 3 4, ഇടത്ത് നിന്നിട്ടാൽ 1 2 3 4, 2 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 2 എന്ന പൊസിഷനിൽ 2 ബ്രോമിൻ വന്നിരിക്കുന്നു. 2 എന്ന പൊസിഷനിൽ 2 ബ്രോമിൻ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? 2 2, 2 ബ്രോമിനാകുമ്പോൾ ഡൈ, ബ്രോമിനാകുമ്പോൾ ബ്രോമോ, എന്താ പേര്? ബ്യൂട്ടൈൻ അല്ലേ? എന്താണ്? ബ്യൂട്ടൈൻ എന്ന് കൊടുക്കും അല്ലേ? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, അത് തന്നെ ബ്യൂട്ടൈൻ എന്ന് കൊടുക്കും. ഇതാണ് എന്താ ഇവിടുത്തെ പേര് വരുന്നത്. അപ്പോൾ ഹാലോ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? എന്താ ഹാലോ ഗ്രൂപ്പ് വരുമ്പോൾ ആ ഹൈഡ്രോജനെ മാറ്റിയിട്ട് ഈ പറയുന്ന ആര് വരുന്നു? ഹാലോജൻ വരുമ്പോഴാണ് ഹാലോ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്നത് ഫ്ലൂറിനാണെങ്കിൽ അതിന് ഫ്ലൂറോ എന്നും, ക്ലോറിനാണെങ്കിൽ ക്ലോറോ എന്നും, ബ്രോമിനാണെങ്കിൽ ബ്രോമോ എന്നും, അയഡിനാണെങ്കിൽ അയഡോ എന്നും കൊടുക്കും. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊസിഷൻ നമ്പർ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് കൊടുത്തതിന് ശേഷം ഹൈഫൻ കൊടുത്ത് നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് കൊടുത്തതിന് ശേഷമാണ് ആൽക്കൈനിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, അപ്പോൾ പേരെന്താ വന്നിരിക്കുന്നത് നോക്കിയേ. സോറി, സൈഡ് മാറി. എനിക്കിതിനകത്ത് വാട്സാപ്പിൽ മെസ്സേജും കൂടെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ കൂടി, അതാണ് ശ്രദ്ധ പോയത്. ശരി, അപ്പോൾ പേര് നോക്ക്. 1 2 3, അവിടുന്ന് ഇവിടോട്ട് ഇട്ടു, ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടു, ഇതെടുത്തു. 1-chloro-propane കൊടുത്തു. ബ്രോമിൻ വരുമ്പോൾ എന്താണ്? 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ വന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? 2 3 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 2 3 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടൈനാണ് ആള്. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അങ്ങ് വരയ്ക്കണം. 2ലും 3ലും ആരുണ്ട്? ക്ലോറോ, 2 ക്ലോറിനുണ്ട് അല്ലേ? ക്ലോറിൻ. ബാക്കി അങ്ങോട്ട് വരച്ചു കൊടുത്താൽ പോരെ, നമുക്ക് എന്ത് കിട്ടും? സ്ട്രക്ചർ കിട്ടൂലേ? ഇതല്ലേ? അപ്പോൾ 2 3 ഡൈക്ലോറോ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൻ സ്ട്രക്ചർ കിട്ടിയില്ലേ? ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. കണ്ടോ, 1 2 3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ കിട്ടിയാണ്ടോ? അപ്പോൾ പേര് തന്നാൽ നമുക്ക് അതിൽ നിന്ന് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ അല്ലേ? ഇനി ഇവൻ്റെ പേര് പറ. 1 2 3 2 ഫ്ലൂറോ-പ്രൊപ്പൈൻ, 2 ഫ്ലൂറോ-പ്രൊപ്പൈൻ, 1 2 3, 2ൽ ഫ്ലൂറിൻ വന്ന പ്രൊപ്പൈൻ. ഓക്കെ അല്ലേ? എന്നാൽ 1 2 3 4 5 5 അപ്പോൾ 5 എന്ന് പറയുമ്പോൾ പേര് എന്താ വരേണ്ടത്? പെൻറ്റെയിൻ എന്ന് വരണം ഇല്ലേ? പെൻറ്റെയിൻ എന്ന് വരണം. ഒന്നാമത്തെ പൊസിഷനിൽ അയഡിനുണ്ട്. അപ്പോൾ 1 അയഡോ പെൻറ്റെയിൻ എന്ന് പേര് വരും. 1 അയഡോ പെൻറ്റെയിൻ എന്ന് പേര് വരും. ഓക്കെ, അപ്പോൾ 1 അയഡോ പെൻറ്റെയിൻ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ പേര് കൊടുക്കേണ്ടത്? ഹാലോ ഗ്രൂപ്പുകളുടെ പേര് കൊടുക്കേണ്ടത്. കൺഫ്യൂഷൻ വരും, നിങ്ങളെ മനസ്സിൽ കൺഫ്യൂഷൻ വരും, അത് സ്വാഭാവികമാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ റൂൾസും കൂടെ ഒരു ഒറ്റ സെറ്റായിട്ട് ഒരു അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഇതുവരെ പഠിച്ച നെയിമിംഗ് റൂളുകൾ സത്യം പറയാൻ നിങ്ങൾക്ക് ഒരു ഇത് ഐഡിയ ഇപ്പോൾ കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് വരുന്നു, ഇതോടെ നിർത്തി ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. ആൽക്കോക്സി ഗ്രൂപ്പ് അതായത് നമ്മൾ ഈ പറയുന്ന ഓ, ഇവിടെ ഓ കഴിഞ്ഞിട്ട് ഒരു 6 കണ്ട് നിങ്ങൾ 6 വേറെ ആരെന്നൊന്നും വിചാരിക്കരുത്. ഇതിൽ ഈ 6 എന്ന് വെച്ചാൽ അതൊരു ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 ചെയിനിനെ ഒരു ഓക്സിജൻ കണക്ട് ചെയ്തോന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇപ്പുറത്തും ഒരു ചെയിനുണ്ട്, ഇപ്പുറത്തും ഒരു ചെയിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവനെയാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ ഈതർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഈതർ. ഈ പറയുന്ന ഓക്സിജൻ്റെ ഇടതുവശത്തും വലതുവശത്തും നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ പോലത്തെ ഏതെങ്കിലും ചെയിൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈതർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ നടുക്കിടക്കണവരെ ഈ ഓ എന്ത് ചെയ്യുകയാണ്? 2 ചെയിനുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വശത്ത് ഒരു 6 ഉണ്ടാവും. ഈ 6 എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. ഈ ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ഒരു ചെയിനിൽ പോയി ചേരുന്നത്. പേര് കൊടുക്കാനും വളരെ സിമ്പിളാണ്. ഇവരുടെ കോമൺ നെയിം ഓർത്ത് വെച്ചാൽ മതി. ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് ഇവരുടെ കോമൺ നെയിം. എന്തുവാണ്? ആൽക്കോക്സി ആൽക്കൈൻ എന്ന് വെച്ചാൽ ഈ കണ്ട 6 ഉണ്ടല്ലോ, അവൻ്റെ പേര് ആദ്യം എഴുതണം.
എന്നിട്ട് നമ്മൾ ഓക്സി എന്ന് കൊടുക്കണം. എന്നിട്ട് ഈ ചെയിനിൻ്റെ പേര് നമ്മൾ അതിന് ശേഷം എഴുതണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈതറിൻ്റെ പേര് കിട്ടുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, CH3 ഞാൻ അങ്ങോട്ട് എഴുതിയിട്ട് വരയ്ക്കാം. ഓ യോ ഇതൊക്കെ കയറി വന്നു. CH3 O CH2 CH3. കണ്ടപാടെ ഓക്സിജൻ മാത്രം വന്നോടെ നമുക്ക് മനസ്സിലായി ഇതൊരു ഈതറാണ്, അല്ലെങ്കിൽ ഇതൊരു എന്ത് ഗ്രൂപ്പാണ്? ഇതൊരു ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഒന്ന് ചേർന്നേക്കുന്നത്. അതിൽ വലിയ ചെയിൻ ഉണ്ടല്ലോ, ഇവൻ്റെ പേര് രണ്ടാമത് എഴുതണം. കാരണം ഇവനാണ് എന്ത്? ഇവിടുത്തെ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഈ ചെറിയവനാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വലിയവൻ എപ്പോഴും രണ്ടാമത് എഴുതണം, ചെറിയവൻ ആരെന്ന് വെച്ചാൽ ആദ്യം എഴുതണം. ഇപ്പോൾ ഇവിടുത്തെ പേരിൽ നമ്മൾ ആദ്യം ആട് വെക്കും? മീതെയിൻ എന്ന് കൊടുക്കും അല്ലേ? എന്താണ്? മീതെയിൻ എന്ന് കൊടുക്കും. അപ്പോൾ മെത്ത്, പിന്നെ എന്താണ്? ഓക്സിജൻ, ഓക്സി, മെത്ത്, ഈതെയിൻ എന്ത് കൊടുക്കും? മെത്ത് ഓക്സി ഈതെയിൻ എന്ത് കൊടുക്കും? പേര് മെത്ത് ഓക്സി ഈതെയിൻ. ഞാൻ പറഞ്ഞു ഇവരുടെ കോമൺ നെയിമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ആൽക്കോക്സി ആൽക്കെയിൻ. അപ്പോൾ അതിൽ ആൽക്കോ എന്ന് പറയുന്നവൻ ഇവിടെ മെത്തനോൾ, അപ്പോൾ എന്താ? അല്ല, മീതെയിൻ. അപ്പോൾ അതെന്താണ്? മെത്തോക്സി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കളർ മാറിപ്പോ. മെത്തോക്സി ഈതെയിൻ എന്ന് വിളിക്കും. മെത്തോക്സി ഈതെയിൻ എന്ന് വിളിക്കും. അതായത് നോക്കിയേ, ദ O ഗ്രൂപ്പ്, അതായത് ഈ പറഞ്ഞ O ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ ലിങ്കേജ്. ഇത് ആൽക്കോക്സി ഗ്രൂപ്പിനെ ഏതൊർ സൈഡിൽ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ പേരെന്ന് പറയുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ എന്നായിരിക്കും. ഇവിടെ നോക്കിക്കോ, ഇവിടെ രണ്ടിടത്തും സെയിം ചെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? മെത്തോക്സി മീതെയിൻ എന്ന് വിളിക്കും. ഇപ്പോൾ ഇവനെ നമ്മൾ ഈ മെത്താക്കി, ഈ ഓക്സിജൻ നമ്മൾ ഓക്സിയാക്കി, ഈ മീതെയിനെ നമ്മൾ പേര് കൊടുത്തു. ഇവൻ്റെ പേര് ആലോചിച്ച് നോക്ക്. ഇവിടെ ഓയുടെ ഇവിടെ ചെറുത്, ഇവിടെ വലുത്, ഇവിടെ ചെറുത്, ഇവിടെ വലുത്. ആദ്യം ചെറിയവൻ്റെ പേര് എന്താണ്? ചെറിയവൻ്റെ പേര് മീതെയിൻ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? മെത്തോക്സി എന്ന് കൊടുക്കും. പിന്നെ എന്താ? മെത്തോക്സി പ്രൊപ്പെയിൻ എന്ന പേര് വരും. അപ്പോൾ എത്തോക്സി പ്രൊപ്പെയിൻ എങ്ങനെയായിരിക്കും? CH3 CH2 എന്തായി? എത്തോക്സിയുടെ ഈതെയിനായി. പിന്നെ ഒരു O ഉണ്ട്, പിന്നെ ഒരു പ്രൊപ്പെയിൻ. എത്ത് പ്രൊപ്പ് 3 വരും. ഓക്കെ, CH2 CH3 ഇതാണ് എന്ത്? ഇവൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് നെയിമിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓക്സിജനാണ് ഇവിടുത്തെ ലിങ്കേജ്. ലിങ്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെയിൻ ഉണ്ടാവും. അതിലെ സ്മോളസ്റ്റ് ചെയിനെ നമ്മൾ വിളിക്കേണ്ടത് ആൽക്കോക്സി എന്നാണ്. ലാർജസ്റ്റ് ചെയിനെ വിളിക്കേണ്ടത് ആൽക്കെയിൻ എന്നാണ്. പേര് കൊടുക്കുമ്പോഴും ആ സ്മോളസ്റ്റ് ചെയിനിൻ്റെ പേര് ഫുള്ളായിട്ട് കൊടുക്കേണ്ട, ആൽക്കിൻ്റെ ഭാഗം മാത്രം കൊടുത്താൽ മതി. അതായത് മീതെയിൻ ആണെങ്കിൽ മെത്തോ എന്ന് കൊടുത്താൽ മതി. ഇതിനാണെങ്കിൽ എത്ത്, പിന്നെ ഓക്സി, പിന്നെ ആൽക്കെയിൻ എന്ന പേര്. ഇവിടെ കണ്ടോ, രണ്ടിടത്ത് മീതെയിൻ, അപ്പോൾ മെത്തോക്സി മീതെയിൻ. ഇവിടെ എന്താണ്? ഒരിടത്ത് മീതെയിനും ഒരിടത്ത് പ്രൊപ്പെയിനും. അപ്പോൾ എന്താണ്? മെത്തോക്സി പ്രൊപ്പെയിൻ. ഇവിടെ കണ്ടോ, എത്തോക്സി പ്രൊപ്പെയിൻ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മെത്ത് എത്ത് ചെറുത്, വലുത് പ്രൊപ്പ്. അപ്പോൾ കണ്ട, മെത്ത് എത്ത് 1 2 എത്ത് ഓക്സി, മെത്ത് എത്ത് പ്രൊപ്പ് പ്രൊപ്പെയിൻ എന്ന് വരിപ്പേര്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആയി കാണുമല്ലോ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കിട്ടിക്കോളും. കുഴപ്പമൊന്നുമില്ല, അത്ര പാടുള്ള കാര്യമൊന്നും അല്ല. 1-2 നെയിമിങ് നമ്മൾ എഴുതി കഴിയുമ്പോൾ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതൊരു ഹോംവർക്കാണ്. ഞാൻ കംപ്ലീറ്റ് ടൈപ്പിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞില്ല. നിങ്ങൾ ഇതിനകത്ത് ഉത്തരം 1 നമ്പറിട്ട് കമൻറ്റായിട്ട് ചെയ്യും. വീഡിയോയിലൊന്ന് കമൻറ്റായിട്ട് എത്ര പേര് ക്ലാസ് അവസാനം വരെ കാണുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഈ പറയുന്നതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടേ. ശരിയാണെങ്കിൽ ഞാൻ ലൈക്ക് തരാം, തെറ്റാണെങ്കിൽ ഞാൻ തെറ്റൊന്നും പറയാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങളിപ്പോൾ കണ്ടിട്ട് ഇത് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കും. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? മുകളിലത്തെ നമ്പറിൽ വിളിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട്